200-നടുത്ത് ഫൈറ്റർ ജെറ്റുകൾ സ്വന്തമായുള്ള മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും വലിയ എയർഫോഴ്സുകളിലൊന്ന് സ്വന്തമായുള്ള രാജ്യമാണ് ഇറാൻ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ ഫൈറ്റർ ജെറ്റുകളെ ഉപയോഗിക്കാത്തത്? പ്രധാനമായും 3 കാരണങ്ങൾ കൊണ്ടാണിത്. ഇതിലാദ്യത്തേത്, ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഏകദേശം 1500 കിലോമീറ്റർ ദൂരമുണ്ട്. ഇത്രയും ദൂരം സഞ്ചരിക്കണമെങ്കിൽ വഴിമധ്യേ ഫൈറ്റർ ജെറ്റുകൾക്ക് ഏരിയൽ റിഫ്യൂവലിംഗ് നടത്തേണ്ടതായി വരും. ഇതിനാവശ്യമായ മതിയായ എണ്ണം ഏരിയൽ റിഫ്യൂവലിംഗ് ടാങ്കറുകൾ ഇറാന് സ്വന്തമായില്ല. രണ്ടാമത്തെ കാരണം, ഇറാഖ്, സിറിയ, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നു വേണം ഫൈറ്റർ ജെറ്റുകൾക്ക് ഇസ്രായേലിലെത്താൻ. ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ സൈനിക താവളങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ ഫൈറ്റർ ജെറ്റുകളെ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടു. മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇറാന്റെ ഫൈറ്റർ ജെറ്റുകളിൽ ഏറിയ പങ്കും 1970-കളിൽ ഡിസൈൻ ചെയ്യപ്പെട്ട F-14 MiG-29 ശീതയുദ്ധകാലത്ത് ഡിസൈൻ ചെയ്യപ്പെട്ട ഈ പഴയ ഫൈറ്റർ ജെറ്റുകൾക്ക് ഇസ്രായേലിന്റെ F-35 പോലുള്ള ആധുനിക 5ാം തലമുറ യുദ്ധവിമാനങ്ങൾക്ക് മുമ്പിൽ ഒരു നിമിഷം പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല.